മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന്റെ പ്രകമ്പനം 15 കിലോമീറ്റർ ദൂരത്ത് വരെ അനുഭവപ്പെട്ടു. വെടിക്കെട്ടപുരയ്ക്ക് സമീപത്തെ വീടുകളിൽ വ്യാപക നാശനഷ്ടമാണ് പൊട്ടിത്തെറിക്ക് പിന്നാലെ ഉണ്ടായത്. പല വീടുകളിലെയും ജനൽ ചില്ലുകളും ഓടുകളും പൊട്ടി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഫോടനം നടന്ന വെടിപ്പുരയിൽ നിന്ന് ഏകദേശം 700 മീറ്ററിലോളം ദൂരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ വീട്ടിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ ഓടുകൾ ഒരു ഭാഗം മുഴുവൻ തകർന്ന അവസ്ഥയിലാണ്. അതായത് ഈ വീട് നിലവിൽ വാസയോഗ്യമല്ല എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവർ മറ്റൊരു വീട്ടിലാണ് കിടന്നുറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീടാണ്. നമുക്ക് ഞങ്ങൾ തൊട്ടപ്പുറത്ത് എല്ലാവരും കൂടി ഇരിക്കായിരുന്നു. പെരുന്നാളായിരുന്നു. ആ സമയത്ത് ശബ്ദം കേട്ടോടെ ഞാനിങ്ങോട്ട് ഓടിയപ്പോഴാണ് ഇത് കണ്ടത്. ആ സ്ഫോടനത്തിൽ ഉണ്ടായതാണ് ഇത്. മുഴുവൻ താഴെ വീഴുന്നു. മുഴുവൻ ഇവിടെ നിന്നുള്ള ഓടോളൊക്കെ ഇവിടെ എടുക്കായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ചെതറിക്ക് എടുക്കായിരുന്നു. എന്താ അവിടെ ഇടിവെട്ടി, ഞങ്ങൾ ഇടിവെട്ടിയതാണോ എന്താ മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ മോനെ വിളിച്ചപ്പോ അവിടെ ഇടിവെട്ടിയാ, മോളിവിടെ ചെറുതിവിടെയാണേ. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ പറഞ്ഞു ഇവിടെ ഇടിവെട്ടിയതല്ല, പടക്കപ്പുര വെട്ടി അങ്ങനെ പറഞ്ഞു. സ്ഫോടനത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. വാതിലുകൾ തകർന്നിട്ടുണ്ട്, ജനലുകൾ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയത്തെ വീടുകൾക്കെല്ലാം വാസയോഗ്യമല്ലാത്ത അവസ്ഥയുണ്ട്. ഈ വീട് ഇപ്പോൾ ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. സ്ഫോടനം നടന്ന് ഏകദേശം ഒരു 200 മീറ്റർ ചുറ്റളവിന് ഇപ്പുറത്താണ്. ഇവിടെ വീടുകളിലൊക്കെ നമുക്ക് കാണാം, ജനലിലേക്ക് ചില്ലൊക്കെ പൊട്ടിയാകെ നശിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളിലൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ജനൽ ചില്ലുകളെല്ലാം തന്നെ പൊട്ടിത്തീർന്നിട്ടുണ്ട്. ഈ ജനൽ ചില്ലുകൾ പൊട്ടുമ്പോഴാണ് ഈ വീട്ടുകാർ അറിയുന്നത് എന്താ സംഭവിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇവര് കരുതി കാണുക വല്ല ഭൂമി കുലുങ്ങ എന്നൊക്കെ മറ്റോ ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് അപകടത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് അറിയുന്നത്. ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ വീട്ടുകാർ ചേരുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, റൂമിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഇവിടെ കുട്ടംകുളം പള്ളിയിൽ പെരുന്നാളുണ്ടല്ലോ, അപ്പൊ അതിന്റെ വെടിക്കെട്ട് വെച്ചിട്ട് ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവര് സാമ്പിൾ ഇടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ പൊട്ടിച്ചിരുന്നു പൂരത്തിന് മുന്നേ. പിന്നെ ജനലൊക്കെ തകർന്ന് ഞങ്ങൾ ആ റൂമിലായിരുന്നു, 2ാമത്തെ റൂമില്. ഫസ്റ്റ് റൂമില് ജനലുകൾ തകർന്ന് താഴത്തേക്ക് വീണു. പിന്നെ ഞാനും കുട്ടികളും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വന്നേ. അപ്പൊ ഇവിടെ നോക്കുമ്പോ കത്തണ കണ്ടായിരുന്നു. പിന്നെ പൊട്ടല് 3 മണിക്കൂറോളം ഇത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല വൈബ്രേഷൻ ആയിരുന്നു. അടച്ചിട്ട് ജനലൊക്കെ തന്നെ തുറന്ന് എയറോളൊക്കെ പൊട്ടിരിക്കുക ഫുള്ള്. വീട് പുതിയ വീടാണോ? പുതിയ വീടാണ്, 1 വർഷമായിട്ടുള്ളൂ. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്പർ കിട്ടിയത്, വീട്ടു നമ്പർ. ടെറസ് എല്ലാം ജനലുകളാണ് മെയിനായിട്ട് പോയത്. ജനലെല്ലാ കുളത്തും എല്ലാം പോയി. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കൂട്ടി റൂമിലേക്ക് ഉള്ളിൽ കയറി ഓടിക്കേറി. ഞാൻ ആദ്യം ഭൂമികൾക്ക് എന്താ മനസ്സിലായില്ല, ഒരു കുലുക്ക ആദ്യം ഉണ്ടായത്. പിന്നെ പെട്ടെന്ന് മനസ്സിലായത് അടുത്ത് മരുന്ന് ചെയ്താലുണ്ട് അതാ പൊട്ടിത്തെറിച്ചെന്നുള്ളത്. ഇവിടുത്തെ ഓരോ വീടുകളിലേക്ക് പോയാലും ഇത്തരം ദയനീയമായ കാഴ്ചകൾ തന്നെയാണ്. പുതിയ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏകദേശം 1 വർഷം മാത്രമേ ആവുന്നുള്ളൂ. ആ വീടിന്റെ ചില്ലുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്.